നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. PV അൻവർ ഫാക്ടർ ഏത് മുന്നണിയെ ബാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവ ചർച്ചയാണ്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം 75 പിന്നിട്ടതോടെ പഞ്ചായത്ത് തല കണക്കും ബൂത്ത് തല കണക്കുമെടുത്ത് വിശകലനം ചെയ്യുകയാണ് മുന്നണികൾ. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് UDF-ന്റേതായ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു. അൻവർ മത്സരിച്ചത് മുന്നണിക്ക് ഗുണമായി എന്നും പ്രാഥമിക വിലയിരുത്തൽ. എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷമുണ്ട്. LDF-ന്റെ ഒരു ശതമാനം വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് LDF. പാർട്ടി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യപ്പെട്ടു. ബൂത്ത് തല കണക്കുകൾ എടുത്തുവരുന്നു. ഒപ്പം സ്വരാജിന്റെ വ്യക്തിപ്രഭാവവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടതുമുന്നണിക്ക്. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDF-ന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. PV അൻവർ ക്യാമ്പ് 20,000 മുതൽ 25,000 വോട്ടുകൾ വരെ പ്രതീക്ഷിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ. മൂത്തേടം, നഗരസഭ, ചുങ്കത്തറയിലും കൂടുതൽ LDF വോട്ടുകൾ പിടിക്കുമെന്ന് അൻവറിന്റെ പ്രതീക്ഷ. മലയോര ജനതയ്ക്കപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെന്ന് BJP-യും. തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പുള്ള വോട്ടുകൾ മാത്രം ബൂത്ത് തലത്തിൽ നിന്ന് ശേഖരിച്ചാണ് വിലയിരുത്തൽ നടത്തുന്നത്. 23-ാം തീയതി വരെ സ്ഥാനാർത്ഥികൾക്കും നേതൃത്വത്തിനും നെഞ്ചടിപ്പു തന്നെ. ടീം 24 നിലമ്പൂർ.